ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളുടെ അമലുകൾ മുഴുവനും പൊളിയുമേ, പൊളിഞ്ഞു പോകുമേ. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ നിങ്ങളൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ചാലെന്ന് വിശുദ്ധ ഖുർആൻ. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹിയെ അടിച്ചിട്ടില്ല, റസൂലുള്ളാഹിയെ ശകാരിച്ചിട്ടില്ല, റസൂലുള്ളാഹിയെ ചീത്ത വിളിച്ചിട്ടില്ല, റസൂലുള്ളാഹിയാകുന്ന പോയ വഴിയിൽ കല്ല് മുള്ളുകൾ ഇട്ടിട്ടില്ല, അള്ളാഹുവിന്റെ റസൂലിൻ്റെതാകുന്ന പല്ല് പൊട്ടിക്കാൻ വേണ്ടി നിലകൊണ്ടിട്ടില്ല, ഹബീബായ നബി തങ്ങളുടെ നെറ്റിത്തടം പൊട്ടിക്കുകയോ അവിടുത്തോട് യുദ്ധം പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹിയോടൊപ്പം ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഒരൽപ്പം ശബ്ദമൊന്ന് റസൂലുള്ളാഹിയേക്കാൾ, ആ ടീമിന്റെ ക്യാപ്റ്റനേക്കാൾ ഒരൽപ്പം ഒന്ന് ഉയർത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകർക്ക് ആത്മീയത പഠിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓൺലൈനിലൂടെ എന്നെ ശ്രവിക്കുന്ന റുഹേ ബയാനിലുള്ള പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ വ്യക്തിത്വമല്ല, ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഹബീബുനാ റസൂലുള്ളാഹി വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയുകയില്ല, നിങ്ങളുടെ അമല് പൊളിയുന്നത് നിങ്ങൾ അറിയുക പോലുമില്ല. നിങ്ങളുടെ നമസ്കാരം ഈ പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഭീമാ പള്ളിയുടെ അകത്തളത്തിൽ വന്നുകൊണ്ടാകട്ടെ, വീടിൻ്റെ അകത്തളങ്ങളിൽ ഉദൂ ചെയ്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകട്ടെ, ഇഖ്ലാസിന്റെ നിറകുടമായി ഭാര്യയെ കാണിക്കാനല്ല, മക്കളെ സമ്മതിപ്പിക്കാനല്ല, ഞാനൊരു വിലായത്തിന്റെ മർത്തബയിലേക്ക് പോകുകയാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാനൊന്നുമല്ല, ഇഖ്ലാസ് കൊണ്ട് ചെയ്തു പോയതാണ് എങ്കിൽ പോലും ആ അമല് വരെ പൊളിഞ്ഞു പോകുമേ. നിങ്ങൾ അറിയില്ല റസൂലുള്ളാഹി ആരാണ്. ഈ മുത്തിനിന്റെ മുന്നിൽ ഒരിക്കലും മോശമായി സംസാരിക്കരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് റസൂലുള്ളാഹി ഈ ആയത്ത് ഓതിയപ്പോ ഫഖറജ സൗബാനു ഖായിഫൻ വജ്ലാ. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദരാ. വാപ്പയുടെ മുന്നിൽ വെച്ചുകൊണ്ട് മോശമായി സംസാരിക്കുന്ന മക്കളെ, കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ ഏതാണ്, മക്കൾ ഏതാണ്, കുടുംബം ഏതാണ്, ഭാര്യ ഏതാണ്, ഭർത്താവ് ഏതാണെന്ന് തിരിച്ചറിയാത്ത നിലയ്ക്ക് മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതാകുന്ന ആധുനിക മക്കളെ പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിൻ്റെതാകുന്ന ഈ ആയത്തങ്ങ് കേട്ടപ്പോ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു ഫഖറജ സൗബാൻ ഖായിഫൻ വജ്ലാ. പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. തന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ടവർ പോകുന്ന വഴിയിൽ ഫറആ അദിയ ഇബ്നു ഹാത്തിം, തന്റെ കൂട്ടുകാരനാകുന്ന അദിയ ഇബ്നു ഹാത്തിമിനെ കാണുകയാണ്. അദിയ ഇബ്നു ഹാത്തിം ചോദിക്കുകയാണ്, എന്തേ നീ എവിടേക്കാണ് ഓടുന്നത്, നീ എവിടേക്കാണ് ഓടുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര ധൃതി കാണിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഓടാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ടതാകുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നീ സയ്യിത്തുൻ, ഞാൻ അല്പം ശബ്ദമുള്ള വ്യക്തിത്വമാണ്, എനിക്കല്പം ശബ്ദമുണ്ട്, അഥവാ ശബ്ദം പൊതുവെ എൻ്റെ പ്രകൃതമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നല്ല ബാസാണ് എൻ്റെ ശബ്ദത്തിന്. അന സയ്യിത്തുൻ, ഞാൻ അല്പം ശബ്ദമുള്ള വ്യക്തിയാണ്.
അതഖവഫു അന്ന ഹാദിഹിൽ ആയതു നസലത് ഫിയാ. ഞാൻ വല്ലാതെ പേടിക്കുകയാണ്, ഈ ആയത്ത് എന്റെ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് ഞാൻ പേടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഞാനാണ് ഉറക്കെ സംസാരിച്ചത് എന്ന് തോന്നിപ്പോകുന്നു. എന്റെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയത് എന്ന് ഞാൻ വല്ലാതെ ഭയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഓടുകയാ. നേരെ ചെല്ലുന്നത് തന്റെ വീട്ടിലേക്കാണ്. ഭാര്യയെ വിളിക്കുകയാണ്, യാ ഉമ്മ ജമീല. അല്ലയോ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ്. ഇദാ ദഖൽതു ഫുർസ ബൈതി, നമ്മുടെ കുതിരയുടെ ആലയത്തിലേക്ക് ഞാൻ കടന്നു ചെന്നാൽ, ഞാൻ കുതിരയുടെ ആലയത്തിൽ കുതിരയെ കെട്ടിയിടുന്നതാകുന്ന അതിൻ്റെ ആലയ്ക്കുള്ളിലേക്ക് ഞാൻ കയറാൻ പോവുകയാണ്. എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ചെറുതല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭീകരമായ പ്രശ്നം തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന വേളയിൽ ആരൊക്കെയോ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴതാ ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിക ആയത്തുമായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സർവ്വ അമലുകളും പൊളിഞ്ഞു പോകുമേ എന്നാണ് ഖുർആനിക വചനം വന്നിട്ടുള്ളത്. ഞാൻ വല്ലാതെ ഭയക്കുകയാണ്. അന്ന ഹാദിഹിൽ ആയതു നസലത് ഫിയാ, ആ ആയത്ത് ഇറങ്ങിയത് എന്റെ വിഷയത്തിലാണ്, ഞാൻ പേടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സൗബാൻ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറയുകയാണ്, യാ ഉമ്മ ജമീല ഇദാ ദഖൽതു ഫുർസ ബൈതി, ഈ കുതിരയുടെ ആലയത്തിനുള്ളിലേക്ക് ഞാൻ കടന്നാൽ ആ കുതിരയോടൊപ്പം വസിക്കാൻ പോവുകയാണ്. അതിന്റെ കൂട്ടിനുള്ളിലേക്ക് കടന്നാൽ ഫശദ്ദി അലൽ ലബ്ബതി ബിമിസ്മാർ, അതിന്റെ താടിലേക്ക് നീ ഒരാണി കൊണ്ട് അടിക്കണേ. ഇനി എനിക്ക് പുറത്തേക്ക് വരേണ്ടതില്ല. അതിന്റെ കവാടത്തിന്മേൽ, അതിന്റെ പൂട്ടിന്മേൽ ഒരാണി കൊണ്ട് നീ അടിച്ച് തറപ്പിച്ച് വെക്കണേ. ഫശദ്ദി അലൽ ലബ്ബതി ബിമിസ്മാർ. ബഹുമാനപ്പെട്ടതാകുന്ന ഉമ്മു ജമീല എന്ന ഭാര്യയോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് അതിനുള്ളിലേക്ക് കടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ആയത്ത് ഓതുന്നത്, ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ചില ആളുകൾ അവരുടെ ഹൃദയത്തെ അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യുകയാണ്. എത്രത്തോളം ഭയഭക്തിയുണ്ട്, എത്രത്തോളം തഖ്വയുണ്ട്. തഖ്വയുടെ മാനദണ്ഡം പഠിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണേ ഈ വചനം.